ഛത്തീസ്ഗഡിലെ മാവോയിസ്റ്റ് ഭീഷണിയുള്ള വനവാസി ഗ്രാമങ്ങളിൽ നടക്കുന്നത് സർവ്വപരിധികളും ലംഘിക്കും വിധത്തിലുള്ള മതപരിവർത്തനം. കേരളത്തിൽ നിന്നുള്ള കന്യാസ്ത്രീകളുടെയും പാസ്റ്റർമാരുടെയും നേതൃത്വത്തിലാണ് തെറ്റിദ്ധരിപ്പിച്ചും പ്രലോഭനത്തിലൂടെയും മതം മാറ്റം നടക്കുന്നത്. ബസ്തറിലെ മാവോയിസ്റ്റ് ബാധിത ഗ്രാമങ്ങളിൽ ജനം TV സംഘം കണ്ട കാഴ്ചകളും കേട്ട കഥകളും പ്രേക്ഷകർക്ക് മുന്നിലേക്ക്. ഛത്തീസ്ഗഡിലെ വനമേഖലകളിൽ വ്യാപക മതപരിവർത്തനം നടക്കുന്നുവെന്ന് ഹിന്ദു സംഘടനകൾ. നടക്കുന്നത് സേവന പ്രവർത്തനമാണെന്നും മതപരിവർത്തനമേ അല്ലെന്നും ക്രൈസ്തവ സംഘടനകളും. സത്യത്തിൽ ഛത്തീസ്ഗഡിലെ വനമേഖലകളിൽ എന്താണ് നടക്കുന്നത്? ആ വസ്തുതയിലേക്കാണ് ജനം TV പോകുന്നതും. 2013 ബസ്തറിലെ കോൺഗ്രസ് നേതാവും മാവോയിസ്റ്റ് വിരുദ്ധ സേനയായ സൽവാജുദും സ്ഥാപകനുമായ മഹേന്ദ്ര കർമ്മയെയും 27 കോൺഗ്രസ് പ്രവർത്തകരെയും കൊലപ്പെടുത്തിയ ഗ്രാമത്തിലാണ് ഞങ്ങൾ ആദ്യം പോയത്. പോലീസും CRPFും എന്തിന് രാഷ്ട്രീയ പാർട്ടികൾ പോലും കടന്നു ചെല്ലാൻ ഭയന്നിരുന്ന ഈ ഗ്രാമത്തിൽ വരെ മതപരിവർത്തന മാഫിയ തടസ്സമേതുമില്ലാതെ എത്തി. ബാക്കി ഗ്രാമീണർ പറയും. आमचे हिंदू लोग के किंडी चेपा डाटा करे सोत आदिवासी लोग के उन्हीं लोग कुबे चिपे सोत गांव लोग के कुछ सियान पीला चो गोट के नहीं दरोत ऊपरे जाए सोत झगड़ा लड़ी बाटे गांव चो सियान पीलावल समझान रखे सोत नहीं समझे सोत. അസുഖം മാറാൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് വരുന്നവരുണ്ട്. പഠിക്കാനും ജോലിക്കും സഹായിക്കാമെന്ന് പറഞ്ഞ് സ്ത്രീകളെയും കുട്ടികളെയും കൊണ്ടുപോകാറുണ്ട്. ഒന്നുകിൽ പാസ്റ്റർമാരായി അല്ലെങ്കിൽ മതം പ്രചരിപ്പിക്കുന്ന കന്യാസ്ത്രീകളായി ഒക്കെയാണ് ഇവർ തിരിച്ചെത്തുന്നത്. ആദിവാസികൾ മാത്രമുണ്ടായിരുന്ന ഗ്രാമത്തിൽ ഇന്ന് 60% ക്രിസ്തുമത വിശ്വാസികളാണ്. 5-ലധികം ക്രിസ്ത്യൻ പള്ളികളുമുണ്ട്. हर गांव से गए हैं, कुछ ना कुछ गए हैं हर गांव से. उसमें हर गांव से फिर आपस भी आ रहे हैं, मूल धर्म में ला रहे हैं आपस. उन लोग बाहर से आते हैं तो उनका कुछ लालच देते हैं और अपने लालच से जाते हैं. वो होंगे कुछ इलाज है, कोई शिक्षा के नाम से और कुछ पैसा वैसा के लालच में देते हैं, कुछ दवाई दारू के लालच में ऐसा करके उधर ले जाते हैं. और ये पास्टर बनने से पैसा मिलेगा ये सब बोल के ले जाते हैं. नहीं, मैं हॉस्पिटल में बेड घाट बोलूँ तो मैं हम कि कोई नहीं हम तनों फिर कुटुंब लोग से डाटा हूँ रो कोई साथ नहीं देवा बोलते मैं उनका पर पास्टर लो तो ठीक है सन सन बेड बिड़वा बोलता ये तो काय बुलवा जल सिरा अभी था कहीं पूछूंगा बोले हेलो आंदे बाबू 2 दिन का तो बोले क्लास काय करवा मैं तो पर मैं बांट जाऊँ रोले सीधा सांगे नहीं मैं तो कहीं मैं जो बीरो में आई सही नहीं जानते रहे ना बाट मुझे बाप दादी बनी रोला मैं अकेला कारण जाऊँ रोले मैं कुटुंब लोग चाहते रोला साथ नहीं देते रोला उनका बस उतरी है. ഇപ്പോഴും മാവോയിസ്റ്റുകൾക്ക് കുറവല്ലാത്ത സ്വാധീനമുള്ള മറ്റൊരു ഗ്രാമത്തിലും ഞങ്ങളെത്തി. വരുന്നത് വരട്ടെ എന്ന് കരുതിയാണ് ആദിവാസി നേതാക്കൾക്കൊപ്പം അവിടേക്ക് കടന്നു ചെന്നത്. അവിടെ കേട്ടത് കേരളത്തിൽ നിന്നുള്ള കന്യാസ്ത്രീകളുടെ നേതൃത്വത്തിൽ നടക്കുന്ന മതപരിവർത്തന ഭീകരത. अभी 60 या 61 घर में 61 घर उधर कन्वर्ट हो गए हैं. उन लोगों को ऑफर मिलने से कुछ सुख दुख में थोड़ा सा हेल्प करते हैं और आर्थिक सहायता भी करते हैं और आर्थिक प्रलोभन देते हैं, मतलब लालच देते हैं. प्रलोभन मतलब उनका खान पान, उसके बाद थोड़ा सा पैसा देना या तो फिर कुछ ज़मीन के मामले में. उतने अंदर गांव में घुस गए हैं, वहाँ चर्च बन गया, जैसे कोलिंग हो गया, आपका एलिंग नाड़ हो गया, कांदा नाड़ हो गया, बहुत
अंदरूनी क्षेत्र है, वहाँ तक घुस गए इन लोग और वहाँ पे कन्वर्ट करवाए हमारे आदिवासी भाइयों को। 15% तो कन्वर्ट हो गए हैं, 10-15% ना। धीरे धीरे बढ़ते जा रहे हैं। पहले तो बहुत कम लोग थे, अभी धीरे धीरे उनकी संख्या बढ़ती जा रही है। सर ऐसा है कि इन लोगों ने ना पहले यहाँ पर आए हैं तो थोड़ा सा स्वास्थ्य लाभ देने का ऐसा किए, उसके बाद धीरे धीरे इन्होंने अपने और कन्वर्ट कराने का प्रयास कर रहे हैं, चल रही है। और यहाँ के जो मूल संस्कृति आदिवासी लोग हैं, उनके जो रीति रिवाज हैं, उनसे अलग तोड़ फोड़ करके इनको अपनी ओर ले रहे हैं। മതം മാറിപ്പോയ ശേഷം പറ്റിക്കപ്പെട്ടവരെയും തിരികെ ആദിവാസി ഗോത്രവിശ്വാസങ്ങളിലേക്ക് എത്തിയവരെയും ഞങ്ങൾ അവിടെ കണ്ടു. പലർക്കും ക്രിസ്തുമതം എന്താണെന്ന് അറിയില്ലെന്ന് മാത്രമല്ല, രഹസ്യമായി ആദിവാസി ആചാര അനുഷ്ഠാനങ്ങൾ പിന്തുടരുന്നുമുണ്ട്. പട്ടിണിയും രോഗങ്ങളുമൊക്കെയാണ് കേരളത്തിൽ നിന്നുള്ള മതപരിവർത്തന ലോബി ചൂഷണം ചെയ്യുന്നത്. ഇതിനെതിരെ ആദിവാസി ഗ്രാമങ്ങളിൽ പ്രതിരോധവും ശക്തമാവുകയാണ്. പ്രിയപ്പെട്ട മിഷണറിമാരെ, നിങ്ങൾ ചെയ്യുന്നതെന്തെന്ന് നിങ്ങൾക്ക് നന്നായി അറിയാം. അതിനാൽ നിയമം നിങ്ങളോട് പൊറുക്കില്ല. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. ബസ്തറിലെ ഗ്രാമത്തിൽ നിന്നും ക്യാമറാമാൻ ഉണ്ണി കെ വാര്യർക്കൊപ്പം എസ് ശ്രീകാന്ത്, ജനം, ഛത്തീസ്ഗഡ്. ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി എസ് ശ്രീകാന്ത് നമ്മളോടൊപ്പം ചേരുന്നു. ശ്രീകാന്ത്, ഛത്തീസ്ഗഡ് കന്യാസ്ത്രീ വിവാദമുയർന്നപ്പോൾ മുതൽ തന്നെ ശ്രീകാന്ത് അവിടെ എത്തിച്ചേർന്നതാണ്. ആ ഗ്രാമത്തെ കണ്ടറിയാനും മനസ്സിലാക്കാനും ഒക്കെ സാധിച്ചു. യഥാർത്ഥത്തിൽ അവിടെ നടക്കുന്നത് എന്താണ്? രോഹിണി, ഞങ്ങൾ കടന്നു ചെന്നത് നിസ്സാരമായ ഒരു സ്ഥലത്തേക്കല്ല. കാരണം ബസ്തർ മേഖലയിലെ ഏറ്റവും കുപ്രസിദ്ധമായ ഗ്രാമങ്ങളാണ് ഞങ്ങൾ പോയ മേഖലകൾ എല്ലാം തന്നെ. കാരണം ഇപ്പോഴും മാവോയിസ്റ്റ് സ്വാധീനം ചില പോക്കറ്റുകളിൽ ഉണ്ട് എന്നുള്ളതാണ് അവിടുത്തെ പ്രത്യേകത. അതിരൂക്ഷമായ പോരാട്ടങ്ങൾ നടന്ന മേഖലയാണ്. കോൺഗ്രസിൻ്റെ ഉന്നത നേതാവും സൽവ ജുദൂമിൻ്റെ സ്ഥാപകനുമായ മഹേന്ദ്ര കർമ്മയും 27 കോൺഗ്രസ്സുകാരെയും ഒരൊറ്റ തവണയായി കൊലപ്പെടുത്തിയ ഒരു മേഖലയിലാണ്, ഒരു ഗ്രാമത്തിലേക്കാണ് ആദ്യം ഞങ്ങൾ പോയത്. അതോടൊപ്പം BC ശുക്ല, വിദ്യാചരൺ ശുക്ലയെ കൊലപ്പെടുത്തിയ ഗ്രാമത്തിലേക്ക് ഞങ്ങൾ പോയി. അങ്ങനെ മാവോയിസ്റ്റുകളുടെ കോട്ടകളിലേക്കാണ് നമ്മൾ ഈ വസ്തുത അന്വേഷിച്ച് പോയത്. കാരണം അവിടേക്ക് കടന്നു ചെന്നാൽ മാത്രമേ നമുക്ക് എന്താണ് യഥാർത്ഥത്തിൽ ഈ മതപരിവർത്തന മാഫിയ നടത്തുന്നത് ഈ പട്ടികവർഗ വിഭാഗങ്ങൾക്കിടയിൽ എന്നുള്ളത് മനസ്സിലാകും. അതുകൊണ്ടാണ് എന്തും വരട്ടെ എന്ന് കരുതി നമ്മൾ അവിടേക്ക് പോയത്. ആദ്യ ഗ്രാമത്തിൽ ചെന്നപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അവിടെ വ്യാപകമായ മതപരിവർത്തനം അവിടെ നടക്കുന്നു എന്നുള്ളതാണ്. കേരളത്തിൽ നിന്നുള്ള മതപരിവർത്തന ലോബി, കന്യാസ്ത്രീകളും പാസ്റ്റർമാരുമാണ് ഇവിടെ എമ്പാടും മതപരിവർത്തനം നടത്തുന്നത്. ഈ മാവോയിസ്റ്റുകളുള്ള മേഖലയിൽ, എല്ലാവരും കടന്നു ചെല്ലാൻ മടിക്കുന്ന മേഖലയിൽ ഇവർ പക്ഷേ കടന്നു ചെല്ലുന്നുമുണ്ട്, നടത്തുന്നുമുണ്ട് മതപരിവർത്തനം. അതിൻ്റെ കാരണം കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്നു. ഇവർക്ക് മാവോയിസ്റ്റുകളുമായി ഉള്ള അടുപ്പം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തെറ്റിദ്ധരിപ്പിച്ചും പ്രലോഭനത്തിലൂടെയും മതം മാറ്റുന്നു എന്നാണ് ഈ ആദിവാസികൾ തന്നെ നമ്മളോട് സംസാരിച്ചിട്ടുള്ളത്. അസുഖം മാറ്റാമെന്ന് പറഞ്ഞും പണം നൽകിയും മതം മാറ്റം നടത്തുന്നുണ്ട്. പഠിക്കാനും ജോലിക്കും എന്ന പേരിൽ സ്ത്രീകളെയും കുട്ടികളെയും ഈ ഗ്രാമത്തിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അതിൽ ഒരു ഗ്രാമത്തിൽ നിന്നും 7 പെൺകുട്ടികളെ കൊണ്ടുപോയത് കേരളത്തിലേക്കാണ് എന്നവർ പറയുന്നുണ്ട്. ഇവരെ മറ്റ് സംസ്ഥാനങ്ങളെ കൊണ്ടുപോയ ശേഷം പാസ്റ്റർമാരായോ മതം പ്രചരിപ്പിക്കുന്ന കന്യാസ്ത്രീകളായോ തിരിച്ചെത്തിക്കുന്നു എന്നുള്ളതാണ് ഈ ആദിവാസികൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഈ ഗ്രാമങ്ങളിൽ മുഴുവൻ ഹിന്ദു വിശ്വാസികളും ആദിവാസി വിശ്വാസങ്ങൾ പിന്തുടരുന്നതുമായിരുന്നിടത്ത് ഇന്ന് ഏതാണ്ട് 60% ക്രിസ്തുമത വിശ്വാസികളാണ് എന്ന് ഈ ഗ്രാമവാസികൾ തന്നെ പറയുന്നുണ്ട്. ഗ്രാമത്തിലെമ്പാടും നമുക്ക് ക്രിസ്ത്യൻ പള്ളികൾ കാണാൻ സാധിക്കും. ഒന്ന് ചോദിക്കട്ടെ, ഈ ആദിവാസി മേഖലകളിൽ ആദിവാസികളായി ജനിക്കുന്ന ആളുകൾ എങ്ങനെയാണ് ഈ പള്ളികൾ പണിതു വയ്ക്കുന്നത്? അതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉയരേണ്ടിയിരിക്കുന്നു. ക്രിസ്ത്യാനിയായിരിക്കെ തന്നെ ഈ രഹസ്യമായ ആദിവാസി അനുഷ്ഠാനങ്ങൾ തുടരുന്ന ചില ആളുകളുമുണ്ട്. ഒരു കാര്യം നമ്മൾക്ക് മനസ്സിലാക്കേണ്ടത്, ഇവർക്കൊന്നും തന്നെ ഈ ക്രിസ്തുമതം എന്താണെന്ന് പോലും ഇനി മനസ്സിലായിട്ടില്ല. അവർക്ക് പൈസ കിട്ടി, അവരെ കുറേ ആളുകളെ പുറത്തു കൊണ്ടുപോയി ജോലി മേടിച്ചു കൊടുത്തു. ഇത്തരം കാരണങ്ങളാലൊക്കെയാണ് ഇവരെല്ലാം മതം മാറിയിട്ടുള്ളത്. അതിലൊരാളോട് ചോദിച്ചപ്പോൾ എനിക്ക് തിന്നാനും കുടിക്കാനുമൊക്കെ കിട്ടും, അത് മാത്രമല്ല എനിക്ക് മരുന്ന് കൊണ്ടുതരുന്നുണ്ട്, അതോടൊപ്പം പൈസ തരുന്നുണ്ട് തുടങ്ങിയ കാര്യങ്ങളാണ് അയാൾ പറയുന്നത്. ഒരു കാര്യം, സർക്കാർ എന്തുകൊണ്ട് അപ്പോൾ ഇവിടെ വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നില്ല എന്ന് ചോദിക്കും. അതിനൊരൊറ്റ കാരണം, മറ്റേ ഏറ്റവും വൃത്തികെട്ട രാക്ഷസ കൂട്ടമാണ് നക്സലൈറ്റുകൾ, മാവോയിസ്റ്റുകളാണ്. അവന്മാർ കാരണം ആ പ്രദേശത്തേക്ക് കയറി ചെല്ലാൻ പോലും ഇക്കാലം അത്രയും സർക്കാരുകൾക്ക് സാധിച്ചിരുന്നില്ല എന്നുള്ളതാണ് വസ്തുത. ഇന്നിപ്പോൾ അവന്മാർക്കുള്ള മറുപടി ഉണ്ടയിലൂടെ, തോക്കിൻ കുഴലിലൂടെ നൽകിക്കൊണ്ട് വികസനം
അവിടെ നടപ്പാക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി പ്രഖ്യാപിച്ച ഓപ്പറേഷൻ സമാധാൻ അവിടെ നടപ്പാക്കപ്പെടുന്നുണ്ട്. ഒരു കാര്യം ആലോചിക്കേണ്ടത് രോഹിണി, ഈ ബസ്തർ മേഖലയിലേക്ക് നമ്മൾ എത്താൻ തീരുമാനിച്ചത്, എന്ത് തന്നെ സംഭവിച്ചാലും പോകുമെന്ന് തീരുമാനിച്ചത്, ദന്തേവാഡയിലെ അബൂജ്മാദിലേക്കൊക്കെ പോയത്, ഈ മഹേന്ദ്ര കർമ്മയെയും 27 കോൺഗ്രസ് പ്രവർത്തകരെയും ഒക്കെ വളഞ്ഞിട്ട് കൊലപ്പെടുത്തിയ സ്ഥലത്തേക്ക് നമ്മൾ ചെന്നത്, നമുക്ക് എന്തെങ്കിലും സംഭവിക്കുമോ ഇല്ലയോ എന്നുള്ള ഭയം നമുക്കുമുണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം മറികടന്ന് ചെന്നത് ഈ ഛത്തീസ്ഗഡിൽ നിന്നും കേരളത്തിലെ ആളുകൾക്ക് മുൻപാകെ 9 മാധ്യമങ്ങൾ നിരന്ന് നിന്ന് പ്രചരിപ്പിച്ച വ്യാജ വാർത്തകൾ അത് പൊളിച്ചെടുക്കുന്നതിന് വേണ്ടിയാണ്. നമ്മുടെ അവിടെ നിന്നും ഇവിടേക്ക് വണ്ടി കയറിയെത്തിയ രാഷ്ട്രീയക്കാർ പ്രചരിപ്പിച്ച വ്യാജങ്ങൾ പൊളിച്ചെടുക്കുന്നതിനാണ്. ഒപ്പം തന്നെ അവിടുത്തെ മതമേലധ്യക്ഷന്മാർ ഇവിടെ ലോഹയിട്ടും തിരുവസ്ത്രം ധരിച്ചും നടക്കാൻ കഴിയുന്നില്ല എന്ന് പറയുന്ന മത മേലധ്യക്ഷന്മാർ ഓർക്കേണ്ടത്, നിങ്ങളുടെ ആളുകൾ ഇവിടുത്തെ ഗ്രാമാന്തരങ്ങളിൽ എത്തുന്നുണ്ട്, മാവോയിസ്റ്റുകൾക്ക് സ്വാധീനമുള്ള സ്ഥലത്ത് നിങ്ങൾ മാത്രം എത്തുന്നുണ്ട്, അവിടെ വ്യാപക മതപരിവർത്തനം നടത്തുന്നുണ്ട്. ചുമ്മാതല്ല നിങ്ങൾക്ക് നേരെ ഈ പ്രതിഷേധമുണ്ടാകുന്നത്, ചുമ്മാതല്ല നിങ്ങൾക്ക് നേരെ കേസെടുക്കുന്നത്. നിങ്ങൾ ചെയ്യുന്നത് അത്ര ക്രൂരമായ ഹീനമായ പ്രവൃത്തിയാണ്. കാരണം പാവപ്പെട്ടവൻ്റെ പട്ടിണി ചൂഷണം ചെയ്ത്, അവൻ്റെ അസുഖം ചൂഷണം ചെയ്ത് അവനെ മതം മാറ്റുന്ന രീതി ഇത് ഒട്ടും ഭൂഷണമല്ല എന്നുള്ളതാണ് പറയാനുള്ളത്. പക്ഷേ ശ്രീകാന്ത്, എത്ര വിദഗ്ധമായിട്ടാണ് അവർ ഈ മതപരിവർത്തനത്തെ അവരുടെ സേവന പ്രവർത്തനങ്ങൾ എന്നുള്ള ചട്ടക്കൂട്ടിനകത്താക്കിക്കൊണ്ട് ഇത് പൊതുസമൂഹത്തിലേക്ക് എത്തിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പോഴും ഒരു വിഭാഗം ഇവർക്ക് അനുകൂലമായി നിൽക്കുന്നവർ പറയുന്നത് അവർ അവിടെ സേവന പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നത് എന്നുള്ളതാണ്. പക്ഷേ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഈ സേവനം എന്നുള്ളതിൻ്റെ അടിസ്ഥാനം എന്താണ്? എന്തിനാണ് ഈ പാവപ്പെട്ടവരെ സ്വാധീനിക്കുന്നത്? എന്തിനാണ് ഇവരുടെ ദാരിദ്ര്യത്തെ ചൂഷണം ചെയ്യുന്നത് എന്നുള്ളതാണ്. അതുമാത്രമല്ല, നേരത്തെ പറഞ്ഞതുപോലെ ഈ മാവോയിസ്റ്റുകൾ കൈയടക്കി വെച്ചിരിക്കുന്ന പല പ്രദേശങ്ങളിലും ഈ മതപുരോഹിതർക്ക് എങ്ങനെ കടന്നെത്താൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതുമായൊക്കെ ബന്ധപ്പെടുത്തി നോക്കുകയാണെങ്കിൽ ഒരു വനവാസി വിഭാഗത്തെ, അല്ലെങ്കിൽ പൈതൃകമായി പാരമ്പര്യം പേറുന്ന ആ ഒരു ജനവിഭാഗത്തെ, ഗോത്രവർഗത്തെ മുഴുവൻ അപ്പാടെ തുടച്ചു നീക്കുന്നതിനുള്ളൊരു ശ്രമമാണ് ഇവരുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നത്. അതിന് രാഷ്ട്രവിരോധികളും ഒപ്പം നിൽക്കുന്നു. അതോടൊപ്പം തന്നെ സേവനം എന്നുള്ള ഒരു ടാഗ് ലൈനിൽ കൂടി പക്ഷെ കൃത്യമായ മതപരിവർത്തനം, കണക്കുകൾ കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നു അല്ലേ? രോഹിണി, അക്ഷരാർത്ഥത്തിൽ ഈ ബസ്തർ മേഖലയിൽ നടക്കുന്നത് എത്നിക് ക്ലെൻസിംഗ് ആണ്. അതായത് ആ ഒരു വിഭാഗത്തെ മുഴുവൻ തുടച്ചു നീക്കുക, വാഷ് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവരവിടെ പറഞ്ഞതൊന്നുമല്ല ശരി, ഇവരവിടെ പ്രചരിപ്പിച്ചതൊന്നുമല്ല ശരി. ഇവർക്കിവിടെ ലോഹയിട്ടും അതോടൊപ്പം തിരുവസ്ത്രം ധരിച്ചും നടക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞതൊക്കെ പച്ചക്കള്ളമാണ്. ബസ്തറിലെ മാവോയിസ്റ്റ് മേഖലകളിലേക്ക് ഇവർ കടന്നു ചെല്ലുന്നുണ്ട്. സർക്കാരിന് ചെല്ലാൻ സാധിച്ചിരുന്നില്ല. ഓർക്കണം, ഇവിടെ പട്ടിണിയും പരിവട്ടവുമുണ്ട്. ആ ആദിവാസി മേഖലയിൽ മരുന്നുകൾ കൊടുക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെ പ്രശ്നമുണ്ട്. എന്തുകൊണ്ടാണ് എന്ന് ചോദിക്കണം നമ്മുടെ ഇവിടുത്തെ നാട്ടുകാർ. കാരണം ഇവിടുത്തെ സർക്കാരിനോ ഇവിടുത്തെ സൈന്യത്തിനോ ഇവിടുത്തെ പോലീസിനോ പോലും കടന്നു ചെല്ലാൻ കഴിയാത്ത മേഖലകളായിരുന്നു അത്. കാരണം മാവോയിസ്റ്റുകളുടെ അതിക്രൂരമായ ആക്രമണം നേരിടുമായിരുന്നു അവിടെ. പക്ഷേ അപ്പോഴും ഈ ക്രിസ്ത്യൻ മതപരിവർത്തന ലോബി അവിടേക്ക് ചെല്ലുമായിരുന്നു. ഇവിടുത്തെ സർക്കാരിനില്ലാത്ത എന്ത് യോഗ്യതയാണ് ഇവർക്കുള്ളത് എന്നുകൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പോൾ അമിത്ഷായുടെ ദൃഢനിശ്ചയത്തിന് മുന്നിൽ തോക്കുകൊണ്ട് മറുപടി നൽകിയതോടെ ഇവന്മാരെല്ലാം ആ ഉൾവനത്തിലേക്ക് പോവുകയോ കൊല്ലപ്പെടുകയോ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴവിടെ ശാന്തമായി കാര്യങ്ങൾ മാറുന്നു. വികസന പ്രവർത്തനങ്ങൾ എത്തുന്നു, ആളുകൾക്ക് ഭക്ഷണം എത്തുന്നു, ആളുകൾക്ക് വിദ്യാഭ്യാസം കിട്ടുന്നു. ഈ മതപരിവർത്തന ലോബിയുടെ പരിപാടി ഇനി ഒരു 5 വർഷം കൊണ്ട് പൂട്ടിക്കെട്ടേണ്ടി വരും എന്നുള്ളതാണ് ഞങ്ങൾക്ക് അവിടെ നിന്ന് മനസ്സിലായത്. മറ്റൊരു വൻ തട്ടിപ്പ് കൂടി അവിടുത്തെ ആദിവാസികൾ പറഞ്ഞിട്ടുണ്ട് രോഹിണി. അതായത് ഈ ആളുകൾക്ക് അസുഖം വരുമ്പോൾ പ്രാർത്ഥിക്കാൻ എന്ന് പറഞ്ഞ് ഈ കേരളത്തിലെ കന്യാസ്ത്രീകൾ ചെല്ലും. ഇപ്പോൾ പനി പിടിച്ച് കിടക്കുന്നവനാണ്, അത്യാസന്ന നിലയിലാണെങ്കിൽ അവന് പനിയുടെ ഗുളിക വെള്ളത്തിൽ കലക്കി, അവർ കാണാതെ ആയിരിക്കും കലക്കുന്നത്, അത് വെള്ളത്തിൽ കലക്കി കുടിക്കാൻ കൊടുക്കും പ്രാർത്ഥിച്ചുകൊണ്ട്. സ്വാഭാവികമാണ്, പനി മാറും. ശേഷം അവരോട് പറയുന്നത്, ഇത് യേശുക്രിസ്തുവിൻ്റെ വലിയ ദിവ്യ സാക്ഷ്യമാണ്, നിങ്ങൾ അതുകൊണ്ട് രക്ഷപ്പെട്ടിരിക്കുന്നു എന്ന്. ഈ പാവങ്ങൾക്കൊന്നും തന്നെ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയുക പോലുമില്ല എന്നുള്ളതാണ് വസ്തുത. ഇപ്പോഴവർക്ക് കുറേശ്ശെ ബോധം വെച്ച് തുടങ്ങിയിരിക്കുന്നു. കുറേശ്ശെ ആളുകൾ അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ തുടങ്ങിയിരിക്കുന്നു. വികസന പദ്ധതികൾ എത്തി തുടങ്ങിയിരിക്കുന്നു. ഈ ആളുകൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിലെ
മതമേലധ്യക്ഷന്മാർ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ ആളുകൾക്ക് ഇവിടെ യാതൊരു കുഴപ്പവുമില്ല, നിങ്ങളുടെ ആളുകളാണ് ഇവിടെ കുഴപ്പമുണ്ടാക്കുന്നത്. അതിനെതിരായ ശക്തമായ പോരാട്ടത്തിലാണ് ഇവിടുത്തെ ആദിവാസി വിഭാഗം. എന്തായാലും അവർ പിന്നോട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്, പ്രഖ്യാപിച്ചിട്ടുണ്ട്. അവരുടെ നിലനിൽപ്പിൻ്റെ ഭീഷണിയാണ്. പിന്നെ ഒരു കാര്യം കൂടി നമ്മുടെ മതമേലധ്യക്ഷന്മാരോടും ഈ മതം മാറ്റ ലോബിയോടും പറയാം, നിങ്ങൾ ഈ വാരി ചെലവാക്കുന്ന പൈസയൊക്കെ വെറുതെയാണ്. ഇവർക്കൊന്നും ക്രിസ്തുമതം എന്താണെന്ന് പോലും അറിയില്ല. ഞാൻ അവരോട് ചോദിച്ചു, ഇതെന്താണ് നിങ്ങൾ അവിടെ പ്രാർത്ഥിക്കുന്നതെന്ന്. ഒരാൾ പറഞ്ഞത് ഞങ്ങൾക്കിത് എന്താ നടക്കുന്നതെന്ന് പോലും അറിയില്ല, പരിപാടി കഴിയുമ്പോൾ തിന്നാനും കുടിക്കാനും ഒക്കെ കിട്ടും, ഇവർ കുറേയധികം പൈസയൊക്കെ തരും, അതിനാൽ ഞാൻ പോകുന്നു എന്നുള്ളതാണ്. ഇവർക്ക് സത്യത്തിൽ ഇതൊന്നും അറിയുക പോലുമില്ല. മാത്രമല്ല ഇവരെല്ലാം രഹസ്യമായി ഇവരുടെ ആദിവാസി ദൈവങ്ങളെ ആരാധിക്കുന്നുണ്ട്. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ എന്തൊക്കെ ചെയ്താലും മതം മാറ്റിയാലും ഇവരുടെ മൂല സംസ്കാരം അത് വിട്ടവർ പോകുന്നില്ല എന്നുള്ളതാണ്. ഒളിച്ചും പാത്തും അവർ അത് പിന്തുടരുകയും ചെയ്യുന്നുണ്ട്. നമ്മുടെ ജീവൻ പോലും നഷ്ടപ്പെട്ടേക്കാം എന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു ഈ ദന്തേവാഡയിലും ഈ മഹേന്ദ്രകർമ്മ കൊല്ലപ്പെട്ട സ്ഥലത്തുമൊക്കെ പോകുമ്പോൾ. കാരണം അവിടെ ഇപ്പോഴും മാവോയിസ്റ്റ് റിപ്പോർട്ടർമാരുണ്ട്, മാവോയിസ്റ്റുകളുടെ ഇൻഫോർമർമാരുണ്ട്, അവരുടെ സ്വാധീന മേഖലയാണ്. പക്ഷേ നമ്മൾ അവിടേക്ക് പോകാൻ തീരുമാനിച്ചത്, എന്ത് റിസ്ക് എടുത്തും പോകാൻ തീരുമാനിച്ചത് ഈ കേരളത്തിൽ നടന്ന വ്യാജ പ്രചരണം പൊളിച്ചെടുക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യത്തോടെയാണ്. ഈ വ്യാജം മാത്രം പറയുന്ന കള്ളക്കൂട്ടങ്ങൾ നമ്മുടെ കേരളത്തിൽ നിന്നും ഇവിടേക്ക് വണ്ടി കയറിയിരുന്നു. അവർക്കെതിരെ അവരെ പൊളിച്ചെടുക്കുക എന്നുള്ളതാണ്. 9 ക്യാമറകളാണ് കേരളത്തിൽ നിന്നും ഛത്തീസ്ഗഡിലേക്ക് എത്തി ഇവിടെ നിന്ന് നിറം പിടിപ്പിച്ച കഥകൾ പറഞ്ഞത്. ഒരൊറ്റ ക്യാമറ മാത്രമാണ് ഉൾമേഖലകളിലേക്ക് പോയി യഥാർത്ഥ വസ്തുത എന്തെന്ന് ഷൂട്ട് ചെയ്ത് ദൃശ്യങ്ങൾ സഹിതം പ്രതികരണങ്ങൾ സഹിതമാണ് നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത്. ആ ക്യാമറ ജനം ടിവിയുടേതാണ് എന്നതിൽ നമുക്ക് വലിയ അഭിമാനമുണ്ട്. എന്തായാലും ഈ വാർത്ത ജനസമക്ഷം ജനം ടി സമർപ്പിക്കുന്നു. ഇനി ചിന്താശേഷിയുള്ളവർ ചിന്തിക്കട്ടെ യഥാർത്ഥത്തിൽ ഛത്തീസ്ഗഡിൽ എന്താണ് നടക്കുന്നതെന്ന്. അതെ, തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ് ശ്രീകാന്ത്. യാഥാർത്ഥ്യം പുറത്തു കൊണ്ടുവരിക എന്നുള്ള ജനം TV സംഘത്തിന്റെ ലക്ഷ്യം തന്നെയാണ് ഫലം കണ്ടിരിക്കുന്നത്. കടുത്ത വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ടാണ് ഛത്തീസ്ഗഡിലെ പല വനമേഖലകളിലും നമ്മുടെ പ്രതിനിധി സംഘം എത്തിയത്, കൃത്യമായ വിശകലനം നടത്തിയത്. അവിടെ നിന്നൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചത് പാവങ്ങളെ ചൂഷണം ചെയ്തുകൊണ്ട് മതപരിവർത്തനം നടത്തുന്നു എന്നുള്ളത് തന്നെയാണ്. കണക്കുകളിൽ കാണിക്കുന്നതിനായി അവരെ ഇത്തരത്തിൽ മതപരിവർത്തനം നടത്തി ഇത്ര കുടുംബങ്ങൾ മതപരിവർത്തനം നടത്തുന്നുണ്ട് എന്ന് പറയുമ്പോഴും അവരുടെയൊന്നും പേരുകൾ മാറുന്നില്ല. അവർക്ക് കൃത്യമായി എന്താണ് ഈ മതത്തിന്റെ അടിസ്ഥാനത്തിലുള്ള പ്രാർത്ഥനകൾ എന്നറിയില്ല. അവർ പാവപ്പെട്ടവരാണ്, അതിദരിദ്രരാണ്. അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അവർക്ക് ഒരുപക്ഷെ ഈ പ്രാർത്ഥനകൾക്ക് ശേഷം നല്ല ഭക്ഷണം ലഭിക്കും, മരുന്നുകൾ ലഭിക്കും. അപ്പോൾ അവരതൊക്കെ വിശ്വസിച്ച് മാത്രമാണ് ഈ വലിയ കൊടിയ ചൂഷണത്തിന് ഇരയാകുന്നത് എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ നിലവിൽ അവിടെ നിന്ന് തന്നെ നൽകാൻ കഴിയുന്ന വിവരം നമ്മുടെ ശ്രീകാന്ത് അവിടെ നിന്ന് തന്നെ നൽകിയത്, അവിടെയുള്ള വനവാസികൾ ഈ ചൂഷണം തിരിച്ചറിയുന്നുണ്ട്, അവർ പ്രതികരിക്കുന്നുണ്ട്. ആ പ്രതികരണ ശേഷി ഇനിയും ഉയരങ്ങളിലേക്ക് എത്തും. അവർ തനതു പാരമ്പര്യം വച്ചു പുലർത്തുന്ന ഒരു ഗോത്ര വിഭാഗമാണ്. പൈതൃക സംസ്കാരം അവർക്ക് ഉള്ളിലുണ്ട്. അതുകൊണ്ട് അതുതന്നെ അവർ മുന്നോട്ട് പിടിക്കും. ഏതൊക്കെ ശക്തികൾ വിചാരിച്ചാലും എന്തൊക്കെ പ്രലോഭനങ്ങൾ നടത്തിയാലും അവരെ ഒന്നും മറ്റൊരു മതത്തിലേക്ക് വലിച്ചു മാറ്റപ്പെടാൻ സാധിക്കില്ല എന്നുള്ളത് തന്നെയാണ്. നമ്മുടെ പ്രതിനിധി എസ് ശ്രീകാന്താണ് ഛത്തീസ്ഗഡിൽ നിന്നുള്ള തത്സമയ വിവരങ്ങളും അവിടുത്തെ യഥാർത്ഥ വസ്തുതയും നമ്മളോടൊപ്പം പങ്കുവച്ചത്.